മരണമേ നിന്റെ ജയമെവിടെ? അരികിലാണെൻ്റെ വിജയദിനം. അടികളേറ്റെൻ്റെ പരമന്മാർവിൽ മറയും ഞാനിനി അനുദിനവും. ആനന്ദമേ നിത്യാനന്ദമേ, സിയോനിൽ ചേരുന്നതാനന്ദമേ. ചേർന്നിടുന്നു ഞാനും ചേർന്നിടുന്നു എൻ മുൻപിൽ പോയതാം വിശുദ്ധരൊപ്പം. ജഡമയമായെൻ്റെ മാർത്യാഗ്രഹം തകരുന്നതേറ്റവും ലാഭം തന്നെ. കൈപ്പണിയല്ലാത്ത നിത്യാഗ്രഹം താതേനൊരുക്കിയിട്ടുണ്ട് എനിക്കു വേണ്ടി. ആനന്ദമേ നിത്യാനന്ദമേ, സിയോനിൽ ചേരുന്നതാനന്ദമേ. ചേർന്നിടുന്നു ഞാനും ചേർന്നിടുന്നു എൻ മുൻപിൽ പോയതാം വിശുദ്ധരൊപ്പം. ചേർന്നിടുന്നു ഞാനും ചേർന്നിടുന്നു എൻ മുൻപിൽ പോയതാം വിശുദ്ധരൊപ്പം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സുഖകരമായി ഉറങ്ങി ഉണരുവാനും ആരോഗ്യത്തിലും സുബോധത്തിലും എഴുന്നേൽപ്പാനും എൻ്റെ അപ്പൻ്റെ പാദപിടം ചാർന്നിരിപ്പാനും സ്തോത്രം ചെയ്യുവാനും സ്വർഗം ഭാഗ്യം തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഏവരെയും സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒന്നുപോലെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കട്ടെ. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സമാധാനത്തോടെ, സൗഖ്യത്തോടെ സൂക്ഷിക്കണം. വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിച്ചാട്ട് കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ അപ്പ. ദൈവകൃപയിലും ദൈവാശ്രയത്തിലും വളർന്നു മുതിർന്നവരാനിടയാക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തെ മാനിക്കണേ അപ്പ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, 10ലും 11ലും 12ലും പഠിക്കുന്ന മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, BSc നഴ്സിങ്ങിനും എൻജിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, എൻ്റെ കർത്താവെ OETയും IELTSും പഠിക്കുന്ന മക്കൾ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ആലോചനയും ബുദ്ധിയും ഒക്കെ കൊടുക്കണമേ. ദൈവത്തോട് ചേർന്ന് നടക്കുവാനും പഠിക്കുവാനും അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജയം ഒരുക്കണമേ കർത്താവേ. അവരാഗ്രഹിക്കുന്ന ഭാവിയിൽ എത്തിച്ചേരുവാൻ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ സ്വർഗം കാത്തുകൊള്ളണമേ. അവർക്ക് വേണ്ടുന്ന ആലോചനയും ബുദ്ധിയുമൊക്കെ അപ്പച്ചം കൊടുക്കണം. അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുക്കുമാറാകണം കർത്താവെ. പരീക്ഷ എഴുതി പാസ്സായിട്ട് നാളുകളായി നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് നിരാശയിലായിരിക്കുമ്പോൾ സ്വർഗം അവർക്ക് വേണ്ടി പ്രത്യാശയിൽ നടത്തി വഴികളെ തുറന്നു കൊടുത്ത് മാനിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിന്നെയും റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ജയം ഒരുക്കണമേ കർത്താവെ. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താപ്പച്ചൻ്റെ ബുദ്ധി ഞാൻ അവർക്ക് കൊടുക്കണമേ. നന്നായി പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കട്ടെ. എൻ്റെ കർത്താവെ, ബന്ധപ്പാടുകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന മക്കളുണ്ട്. അവരുടെ എല്ലാ ഭാരവും സ്വർഗം ഏറ്റെടുക്കണമേ. ആരോഗ്യത്തിലും കൃപയിലും അവരെ സൂക്ഷിക്കണമേ. ശാരീരികവും മാനസികമായി അവരെ ബലപ്പെടുത്തിക്കൊള്ളുമാറാകണം. എല്ലാ നന്മകളും അവരെ ഒരുക്കി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ഈ സമയം കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ശത്രു കാണാതോണം മറച്ചുകൊള്ളുമാറാകണം. സന്തോഷത്തിലും ദൈവകൃപയിലും ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായി തന്ന എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്ന കൃപയിൽ വളർത്തി തന്നെ അപ്പ. എല്ലാ ബാലപീഠയിൽ നിന്ന് വിടുവിച്ചു കൊള്ളുമാറാകണം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു മുതിർന്നു വരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുകയാണ്. ഉള്ളതുപോലെ കാണുന്ന കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കുമാറാകണം. കഴിഞ്ഞ നാളുകളിൽ ജോലി നഷ്ടപ്പെട്ടു പോയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. നീ വഴിവാതിൽ തുറക്കുന്ന ദൈവമാ. ശത്രു അടച്ചത് കർത്താവ് തുറന്നു കൊടുക്കും. അത് ഏറ്റവും ശ്രേഷ്ഠവും മാന്യമായിരിക്കാൻ നന്ദി പറയട്ടെ കർത്താവേ. സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. ഈ മാസത്തിൽ തന്നെ സ്വർഗത്തിലെ ദൈവമേ, ആ സ്നേഹത്തിൻ്റെ കരം, അത്ഭുതത്തിൻ്റെ കരം
തൻ്റെ കുഞ്ഞുങ്ങളുടെ നേരെ നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല അടഞ്ഞ വാതിലുകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയപ്പ, പ്രത്യാശയോടെ കാത്തിരിക്കുകയാ. അങ്ങ് ഞങ്ങൾക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുന്ന ദൈവമല്ല, സകലതും നന്മയ്ക്കായി ചെയ്യുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കട്ടെ. ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കണം, അവരുടെ വിവാഹം നടക്കണം. ഈ ആണ്ട് തീരുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ തക്കണം കാര്യാദികളെ ക്രമീകരിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട്. സ്വർഗത്തിലെ ദൈവമേ, സന്തോഷത്തിൻ്റെ വർത്തമാനം പങ്കുവയ്ക്കുവാൻ തക്കണം സ്വർഗം തരുന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുക. വിശ്വാസ കണ്ണാൽ ഞങ്ങളത് കാണുന്ന കർത്താവേ, ആ അത്യുന്നതിൻ്റെ ശക്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലൊക്കെ നിഴലിട്ട് കർത്താവേ, അവരുടെ നിരാശകളൊക്കെ മാറണമേ, അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ, മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഒരുക്കണമേ കർത്താവേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. കർത്താവ്, ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, പല അസ്വസ്ഥതകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, ജോലി ചെയ്യേണ്ട മക്കളുണ്ട്. ആമേൻ കർത്താവെ, യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണേപ്പ. അവരുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും അസ്വസ്ഥതകളും മാറ്റണമേ. മാസം തികയോളം കൂടിയിരുന്ന് സുഖപ്രസവം ഒരുക്കണമേ. ഊനമില്ലാത്ത തലമുറയെ കണ്ട് സന്തോഷിപ്പാൻ ഭാഗ്യമൊരുക്കണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, സ്തോത്രം കർത്താവ്, സ്തോത്രം. അപ്പോൾ അതുപോലെ കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കർത്താവിൻ്റെ സമാധാനം മക്കൾക്ക് നൽകണമേ. സ്നേഹത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ ഇടയാക്കണേ. ചിഹ്നഭിന്നമായിപ്പാൻ അനുവദിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട് കർത്താവെ. സ്വർഗത്തിലെ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളായ പ്രിയപ്പെട്ട മക്കളുണ്ട് കർത്താവെ. അപ്പോൾ മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങൾക്ക് വിടുതലും ആശ്വാസം സ്വർഗം നൽകണമേ. അവരോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവമായ കർത്താവെ, അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഉള്ളതുപോലെ കാണുന്നവൻ അറിയുന്നവൻ അവിടുന്നാപ്പാ. അപ്പോൾ നീ ഒരിക്കലും ഹല്ലേലൂയ കർത്താവെ, ആരും നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഇഷ്ടമുള്ള കർത്താവല്ലല്ലോ. മാനസാന്തരം നൽകിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ കർത്താവെ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കട്ടെപ്പ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണം. പല വിധത്തിലുള്ള പ്രയാസ പ്രതികൂലത്തിൻ്റെ നടുവിൽ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പ. എവിടെയായിരുന്നാലും ആമേൻ, എൻ്റെ കർത്താവിൻ്റെ ആ കാര്യം ഒന്ന് ചലിപ്പിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടപ്പ. കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ, സ്തോത്രം. എൻ്റെ കർത്താവെ, ഭവനമില്ലാത്ത പ്രിയപ്പെട്ട മക്കളുണ്ട്, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട് കർത്താവ്. എൻ്റെ കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങളുടെ വാടക ഭവനമൊക്കെ ഒന്നൊഴിഞ്ഞ് അവർക്ക് സ്വന്തമായി തലചായ്പാൻ നല്ല ഭവനം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭവനം പണിയുന്ന മക്കളുണ്ട് കർത്താവെ, അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സാമ്പത്തിക നന്മകളാലും ഓരോ മക്കളെയും നിറയ്ക്കണമേ കർത്താവെ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവെ, സ്തോത്രം, സ്തോത്രം കർത്താവെ. അപ്പച്ചാൻ ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗവും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ കർത്താവ്. പല ബന്ധപ്പാടുകളുടെ നടുവിലൊക്കെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ടപ്പാ. എല്ലാ നന്മയും ഉയർത്തിൽ ദാനമായി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. കഷ്ടനഷ്ടം കൂടാതെ തന്നെ മക്കൾക്ക് വേണ്ടെന്നൊക്കെയും പോഷിപ്പിച്ച് ദിനംതോറും കൊടുത്ത് തൃപ്തരാക്കണമെന്നടിയും പ്രാർത്ഥിക്കുന്നു കർത്താവ്. അറിയാത്ത വഴിവാതിൽ തുറന്നു കൊടുക്കണം. സ്വർഗം ഓരോ ദിവസവും വേണ്ടെന്നൊക്കെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവ്. എല്ലാ മക്കളെയും യാത്രകളിൽ കൂടിയിരിക്കണം. എല്ലാ വാഹനങ്ങളെയും രക്തം കൊണ്ട് മുദ്രയിടണമേ. ദുഷ്ടപിശാച് ആരെയും കാണാതെ മറച്ചുകൊള്ളുമാറാകണമേ കർത്താവ്. നീ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കണേ. മുൻപും പിൻപും ഇടം വരെ ദൂതനെ നിർത്തിക്കൊള്ളണം. അനേക ആപത്തുകൾ അപകടങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിലാപ്പ യാത്ര ചെയ്യുന്നു. വാഹനമോടിക്കുന്ന ഓരോ മക്കളെയും സ്വർഗം കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ കർത്താവ്, ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ സമർപ്പിക്കട്ടെ. ആശുപത്രി മുറികളിൽ ICUയിലും CCയിലും വെന്റിലേറ്ററിലും ഓപ്പറേഷൻ തിയേറ്ററിലും ഡെലിവറി റൂമിലും ഒക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുകയപ്പ. അപ്പോൾ അവസ്ഥകളെ അറിയുന്ന ദൈവം നീ മാത്രമാപ്പ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമേ, അവരെ ചൊല്ലി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരിനെ മാനിക്കണമേ. എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ. ആശുപത്രി മുറിവിട്ട് ഭവനത്തിൽ സൗഖ്യത്തോടെ എത്തിച്ചേരാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയമാ. അപ്പോൾ ഇത് ജൽപ്പനമായി തീരുവാൻ സമ്മതിക്കാതെ സ്വർഗമേ അടിയൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ വിടുവിച്ച ദൈവമാ, ഞങ്ങളെ കരുതിയ ദൈവമാ. ആയുസ്സും ആരോഗ്യം തന്ന ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യമോർക്കുമ്പോൾ നന്ദി പറയാതിരിക്കാൻ കഴിയുകയില്ല കർത്താവേ. ഇന്നും എൻ്റെ കർത്താവിൻ്റെ കാര്യം ഗുരുതല്ല. കേൾപ്പാൻ കഴിയാതെ ചെവി മന്ദമായി പോയിട്ടില്ല. സ്വർഗമിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാൽവരിക്കുരിശിലെ രക്തത്താൽ ഓരോ മക്കളെയും മുദ്രയിടണം. ഒരു തുള്ളി രക്തം കുത്തിവയ്ക്കുമാറാകണം. സകല രോഗികളും സൗഖ്യമാകണം.
സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, കർത്താവ് ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, തൈറോയിഡ് ഉള്ളവരുണ്ട്, ആസ്മ രോഗികളുണ്ട് കർത്താവ്, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവ്, അലർജി ഉള്ളവരുണ്ടപ്പ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരുണ്ട് കർത്താവ്. എൻ്റെ ദൈവമായ കർത്താവ് ഷുഗറും പ്രഷറും ഉള്ളവർ, കാഴ്ചയും കേൾവിയും ഇല്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തികളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. തളർവാദ രോഗികൾ, കിടക്കയിലായിരിക്കുന്നവർ, വീൽ ചെയറിലായിരിക്കുന്നവർ, എൻ്റെ കർത്താവേ നീ കാണുന്നില്ല, അറിയുന്നില്ല കർത്താവ്, അങ്ങൊന്ന് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 കർത്താവേ. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ കർത്താവേ സ്തോത്രം. ബ്ലീഡിങ്ങുള്ള മക്കളുണ്ട്, പല്ലിൻ്റെ വേദനയാൽ ഭാരമുള്ളവരുണ്ട്, ചെവിയുടെ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. എൻ്റെ കർത്താവേ അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ. തലമുടി കൊഴിയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ, ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ശരീരാത്മദേഹികളൊക്കെ ബലപ്പെടുത്തി എല്ലാവിധ രോഗത്തിനും സൗഖ്യം തരുവാൻ കഴിവുള്ള അപ്പച്ചൻ അവിടുന്ന്. കാൽവർക്കുസിലെ ഒരു തുള്ളി രക്തം മതിയപ്പാ, അത് ഞങ്ങൾക്ക് സൗഖ്യം തരുന്നതാ. സ്വർഗം തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 കർത്താവേ. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാട് അയൽപക്കങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദേശത്തെ കാത്തുകൊള്ളണമേ. അവിടുത്തെ സൗഖ്യം ഞങ്ങളുടെ ദേശത്തിന് മേൽ അയക്കണമേ. എല്ലാ സമാധാനവും ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ അയക്കണമേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കണമേ കർത്താവേ. നിൻ്റെ കരം ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. പ്രത്യേകിച്ചപ്പാ വയനാടിൻ്റെ പ്രദേശത്തെ സമർപ്പിക്കുക. ഉരുൾപൊട്ടലാൽ, വെള്ളപ്പൊക്കത്താൽ അനേക ജീവിതങ്ങൾ മാറ്റപ്പെട്ടു കർത്താവേ. അനേകർ മണ്ണിടയിലായിരിക്കുന്നു, അനേകർ ആശുപത്രി മുറികളിലായിരിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞ് വേർപാണ്ട് ദുഃഖത്തിൽ പല വിധത്തിൽ വേദനിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടപ്പ. ദൈവമേ, ശേഷിപ്പിച്ചിരിക്കുന്നവരെ സമാധാനത്തോടെ കാത്തുകൊള്ളണേ, സൗഖ്യത്തോടെ കാത്തുകൊള്ളണേ. അവർക്ക് വേണ്ടുന്നെല്ലാം കൊടുത്ത് കരുതിക്കൊള്ളണമേ. നിൻ്റെ ദൂതനെ അവിടെ ഇറക്കണമേ കർത്താവേ. പ്രാർത്ഥിച്ചേൽപ്പിക്കും. സകലതും നഷ്ടപ്പെട്ട അയ്യം വിളിക്കുന്ന ജീവിതങ്ങളെ എൻ്റെ സ്വർഗം കരുതണമേ. പ്രത്യാശയോടെ ജീവിപ്പാൻ സഹായിക്കണമേ. എൻ്റെ സ്വർഗം മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള അപ്പ, കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയപ്പ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവ്. രക്ഷാപ്രവർത്തനം നടത്തുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നപ്പാ. നീ എല്ലാ മക്കളെയും ബലപ്പെടുത്തി സൗഖ്യത്തോടെ സൂക്ഷിച്ചോളണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സകലരെയും അനുഗ്രഹിക്കണമേ കർത്താവ്. കാത്തുകൊള്ളണമേ. വേണ്ടുന്നെല്ലാം ഇവിടെ ഒരുക്കണമേ അപ്പാ. സ്തോത്രം സ്തോത്രം. സഹായഹസ്തം ആമേൻ നീട്ടിയ ഓരോ മക്കളെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഒന്നിനും കുറവ് കൂടാതെ സ്വർഗം കരുതിക്കൊള്ളണം അപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. സുവിശേഷ വേലകളെ, വേലക്കാരെ ഓർക്കുന്നു. സുവിശേഷ വേല നിമിത്തം ജയിൽവാസം അനുഭവിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗം വിടുവിക്കണം. അവരുടെ കുടുംബങ്ങളെ കാത്തുകൊള്ളണം. പുറത്തിറങ്ങി അതിശക്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഓരോ മക്കളെയും കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളണം. വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ, അർപ്പണാബോധത്തോടെ സകല കാര്യങ്ങളും ചെയ്തെടുപ്പാൻ നിൻ്റെ മക്കളെയും ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്. പുതുവർഷത്തിൽ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവരുണ്ട്. പുതിയ നന്മയും സന്തോഷവും അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. സ്തോത്രം കർത്താവെ. അടിയൻ മറന്നാലും മറക്കാത്ത കർത്താവ് ഓരോ പ്രാർത്ഥനാ വിഷയത്തെ അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ ചോദിച്ച പ്രിയ മക്കളെ കർത്താവെ, എൻ്റെ കർത്താവ് ഓർക്കണമേ അപ്പാ, ഓർക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ മേൽ പകരണമേ കർത്താവെ. പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടണമപ്പ. കർത്താവിൻ്റെ മഹത്വം ഇറങ്ങണമപ്പ. ദൈവതേജസ് ഇറങ്ങണമേ കർത്താവെ. ഒരു ദോഷവും തട്ടാതെ എല്ലാവരെയും സൂക്ഷിക്കണേ. ആരുടെയും കണ്ണുനനെ ഞാൻ സമ്മതിക്കല്ലേ കർത്താവ്. അപ്പോൾ ആ ദൂരത്തും ചാരത്തുമായിട്ട് അനേക പ്രിയപ്പെട്ടവർ നാടും വീടും വിട്ട്, മാതാപിതാക്കളെ വിട്ട്, ആരുമില്ലാത്ത സ്ഥാനത്ത് ഉപജീവനമാർഗത്തിനായി കടന്നു പോയിരിക്കുന്നു, പഠനത്തിനായി കടന്നു പോയിരിക്കുന്നു. സ്വർഗം ഓരോ മക്കളെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടപിശാച് കാണരുതേ കർത്താവെ. പൈശാചിക പോരുകളൊന്നും കടന്നിയല്ലേ കർത്താവെ. അന്ധകാരത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നെല്ലാവരെയും വിടുവിക്കുമാറാകണമേ കർത്താവെ. അപ്പോൾ ഞങ്ങളുടെ സമാധാനത്തോടെ, ഞങ്ങളുടെ സന്തോഷത്തോടെ, ഞങ്ങളുടെ സൗഖ്യത്തോടെ, ഞങ്ങളുടെ ആരോഗ്യത്തോടെ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ സമ്പത്തിനോട്, ഞങ്ങളുടെ ഭവനത്തോട്, ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ ദേശത്തോട് പോരാടി നിൽക്കുന്ന എല്ലാ ദുഷ്ടപ്പോരുകളെയും സ്വർഗം ശാസിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അവിടുത്തെ സംരക്ഷണം ഞങ്ങൾക്ക് വേണം. ആ കാവൽ ഞങ്ങൾക്ക് വേണം. ആ പരിപാലനം ഞങ്ങൾക്ക് വേണം. ആ വലങ്കരം ഞങ്ങളെ ചാർത്ത് പിടിക്കണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം.